ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പോസിന് സ്കൂൾ തുറക്കുന്ന ദിവസം ഇന്നാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പം നമുക്കിവിടെ കുട്ടനാട്ടിൽ വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും നമ്മുടെ സ്കൂള് തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് അപ്പോസിനെ കണ്ട് സ്കൂളിൽ പോകണം. ഉച്ച വരെയുള്ളൂ കേട്ടോ. അപ്പം പോയിട്ട് തിരിച്ച് കൊണ്ടുവരണം. അപ്പം നമ്മൾ രാവിലെ തന്നെ അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലെ ഞാൻ ചോറ് ഗ്യാസിലങ്ങ് വെച്ചു. കാരണം അടുപ്പൊന്നും കത്തിക്കാൻ നിന്നില്ല കേട്ടോ. കാരണം നനഞ്ഞ് കിടക്കുന്ന വിറകൊക്കെ ആയതുകൊണ്ട് നമ്മൾ അടുപ്പൊക്കെ കത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ നമ്മൾ വെള്ളയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല കരിക്കിൻ്റെ തേങ്ങയൊക്കെ ഇട്ട് ഈസ്റ്റൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന അപ്പം ഇല്ലേ, ഇപ്പോഴും ഞാൻ കാണിക്കത്തില്ല. അന്നേരം ആ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് കിഴങ്ങ് സ്റ്റൂ ആണ് വെക്കുന്നത്. ഞാൻ എപ്പോഴും വെക്കുന്നത് കാണിക്കുന്നതല്ലേ, കിഴങ്ങ് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത്. അത് ഞാൻ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ടിനോപ്പന് രാവിലെ തന്നെ പോകണം. അന്നേരം അവന് ഈ അപ്പവും കറിയാണ് കൊടുത്തു വിടുന്നത്. ചോറ് കൊണ്ടുപോകത്തില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ചോറ് 2 പേർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ. അപ്പം ഞാൻ ചോറ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഈ അപ്പം കണ്ടപ്പം അപ്പം മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഓർത്ത് അപ്പവും കിഴങ്ങ് സ്റ്റൂ കൂടെ കൊടുത്തു വിടാമെന്ന്. അങ്ങനെ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണ്. ഈ അപ്പത്തിനകത്തോട്ട് ഞാൻ ഇച്ചിരി ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ അരച്ച് ഉണ്ടാക്കുന്ന അപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ അപ്പം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, വെറുതെ ഇങ്ങനെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാവുന്ന ഒരു അപ്പമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ അപ്പം ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ചായ തിളച്ച് വരുന്നുണ്ട്. ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ വേണമല്ലോ ഉണ്ടാക്കാൻ. ഇപ്പം കുറേ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 4 പേർക്കും കഴിക്കാനും പിന്നെ ടിനോപ്പന് കൊണ്ടുപോകാനുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് അപ്പമൊക്കെ പിന്നെ ബാക്കി നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ ചായ കുടിക്കുമ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കി ഇങ്ങനെ വെറുതെ കഴിക്കാമല്ലോ. ഞങ്ങളങ്ങനെ ഇങ്ങനത്തെ മാവൊക്കെ അരച്ച് വെച്ചാൽ വൈകുന്നേരം ചായയുടെ കൂടെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അപ്പം ഉണ്ടാക്കുന്ന തിരക്കാണ്. പിന്നെ കറിയൊക്കെ നമ്മുടെ ഈ സമയത്ത് റെഡി ആകുന്നുണ്ട്. അതൊന്ന് കടുക് താളിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കറൊക്കെ എടുത്ത് മാറ്റി ചായയൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതിൽ എനിക്ക് ചായ കുടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊന്നും നടക്കത്തില്ല. അപ്പം ഞാൻ ചായയൊക്കെ അരിച്ച് വെച്ചു. ആ പാത്രമൊക്കെ അന്നേരം തന്നെ കഴുകി വെക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ രാത്രി തന്നെ കഴുകി വെക്കുന്നതൊക്കെ എടുത്ത് മാറ്റി അടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അന്നേരം ഈ സമയത്ത് ഞാൻ രാവിലെ മിറ്റം അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ ഇറങ്ങി അങ്ങ് മിറ്റം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മഴയില്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് രാവിലെ മഴയാകുമ്പോൾ ഞാനിപ്പം രാവിലെ മിറ്റം അടിക്കാറില്ല. മഴയപ്പം തോരുന്നു, അന്നേരം മിറ്റം അടിക്കും കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പം മിറ്റം അടിക്കുന്നത് കാണിക്കാത്തത്. അപ്പം രാവിലെ ഇന്ന് ഞാൻ മിറ്റം അടിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കാനായിട്ട് വന്നത്. അല്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ ഊറ്റി വെച്ചു. പിന്നെ അപ്പം കോരി ഒഴിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ആ ചായ ഒന്നൊരു ഗ്ലാസ് എടുത്ത് കുടിക്കാതെ ഒരു സമാധാനമില്ല കേട്ടോ. അപ്പം എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി ഇരുന്നൊന്ന് ചായ കുടിക്കണം കേട്ടോ. അങ്ങനൊരു സ്വഭാവമാണ് എൻ്റെ. പക്ഷേ ഇന്ന് എനിക്ക് ഇരുന്ന് കുടിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഈ അപ്പം കരിഞ്ഞു പോയി ഞാൻ ഇരിക്കാൻ പോയാൽ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ചായ കുടിച്ച് തീർക്കുകയാണ്. അത് തിളച്ച് വരുന്ന ചായ തന്നെ വേണം കേട്ടോ. അത് നിർബന്ധമാണ്. ഇതേ സ്വഭാവമുള്ള കുറച്ച് കൂട്ടുകാർ നമുക്കുണ്ടല്ലോ. അവർക്കൊക്കെ അറിയാതെ എന്തുകൊണ്ടാണെന്നല്ലേ. അന്നേരം ആ ചൂടോടെ ആ ചായ ഒന്ന് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷമാണ് ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ അത് മാത്രം മതി കേട്ടോ. കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് അപ്പമൊക്കെ ടിനോപ്പന് പോകാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് അപ്പവും കറിയും ചായ എടുത്തു കൊടുത്തു. പിന്നെ കഴിക്കാനായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അപ്പൂസ് ഈ സമയത്ത് എഴുന്നേറ്റ് കുളിക്കാനൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ സ്കൂളൊന്നും തുറക്കാഞ്ഞുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ വിളിച്ചിരിക്കണം കേട്ടോ. അന്നേരം ടിനോപ്പം പോകാനൊക്കെ റെഡിയായി കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. അവന് വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേന് മുഖമൊക്കെ പാത്രം വെച്ച് മറച്ച്. പിന്നെ പെട്ടെന്ന് ജോലിയെല്ലാം തീർത്ത് അപ്പൂസിനെ കൊണ്ട് സ്കൂളിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് പുറകിലിരുന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. എൻ്റെ ബാക്കിലിരുന്ന്. അപ്പോൾ സ്കൂളിൽ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ടിനി ബാക്കി വീഡിയോ ഒക്കെ കാണിച്ച് തരാം കേട്ടോ.
സ്കൂളിലൊക്കെ പോയിട്ട് ഞങ്ങളൊരു 12:30 ആയപ്പം വന്നു കേട്ടോ. അപ്പോൾ സ്കൂളിൽ അപ്പൂസിനെ വിട്ടിട്ട് എനിക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ പോയിട്ട് പിന്നെ തിരിച്ച് സ്കൂളിൽ ചെന്ന് അപ്പൂസിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ് പെട്ടെന്നൊരു തോരനും വെച്ച് കുറച്ച് പച്ച മോരും എടുത്തിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് മീനൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് ബീൻസ് അരിഞ്ഞെടുക്കുകയാണ്. ഒരു തോരൻ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം രാവിലെ എനിക്ക് അരിയാനൊന്നും നേരമില്ലായിരുന്നു. കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അലക്കിയിട്ടിട്ടൊക്കെയാണ് പോയത്. അപ്പം ഞാൻ പെട്ടെന്നൊരു ബീൻസൊക്കെ അരിഞ്ഞ് അതിനകത്തേക്ക് ഒരു സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടു. അന്നേരം കടുക് പൊട്ടിച്ച് ബീൻസൊക്കെ ഇട്ടു. ഇനിയിപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം ഒരു കവറ് തൈര് ഇരിപ്പുണ്ട്. അതെടുത്ത് നമുക്ക് പച്ചയ്ക്ക് ഇഞ്ചിയും ചുമന്നുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് എടുക്കത്തില്ലേ, അങ്ങനെ എടുക്കുന്ന മോരോട് എടുക്കാം കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തോരനകത്തോട്ട് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അപ്പൂസിന് ഇന്ന് ഉച്ചവരെ ഉള്ളായിരുന്നു ക്ലാസ്. ഇനിയിപ്പം നാളെ തൊട്ട് ചോറൊക്കെ കൊടുത്തു വരണം. അപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്. എന്നാലും നമുക്ക് ഈ വർഷം ചോറൊക്കെ കൊടുത്തു വരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ വർഷം മൊത്തം പലഹാരമാണ് അവൻ കൊണ്ടുപോയത് കേട്ടോ. എൻ്റെ ഒരു സ്വഭാവമാണ് ഉച്ചയ്ക്ക് പലഹാരം കഴിക്കുന്നത്. അത് 2 പിള്ളേർക്കും ആ സ്വഭാവം തന്നെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് പലഹാരമാണ് അവർക്കും ഇഷ്ടം. പക്ഷേ അങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. നാളെ തൊട്ട് നമുക്ക് രാവിലെ അപ്പൂസിനെ ചോറൊക്കെ കൊടുത്തു വരണമെന്ന് പറഞ്ഞ് ഞാൻ അവന് ഇഷ്ടമുള്ള അവന് കൂടുതലും ഈ കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് ഇഷ്ടം കേട്ടോ. എന്നും ഇപ്പം നമുക്ക് കിഴങ്ങ് തന്നെ കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും മാറി മാറി കൊടുത്തു വരണമല്ലോ. അന്നേരം പച്ചക്കറിയൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് അതിനകത്തുനിന്ന് കുറച്ച് ബീൻസ് എടുത്താണ് തോരൻ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ തോരൻ പെട്ടെന്ന് റെഡിയാക്കി. ഇനിയിപ്പം നമുക്ക് കുറച്ച് പച്ചമോരൂടെ എടുക്കാം കേട്ടോ. അന്നേരം ഒരുപാട് വെള്ളം നീട്ടാതെ നമുക്ക് ഈ പച്ചയ്ക്ക് ഇങ്ങനെ ഉടച്ചെടുക്കത്തില്ലേ, അത് കുറച്ച് കറിവേപ്പില ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ടെടുക്കുന്ന ഉപ്പൊക്കെ ഇട്ടെടുക്കുന്ന മോര് വെറുതെ ഇങ്ങനെ കുടിക്കാൻ നല്ല രസമാണല്ലേ. അപ്പം ഞാൻ അങ്ങനെ എടുത്തു കേട്ടോ. കാച്ചാൻ എടുത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ എടുക്കാം, കാച്ചാനൊന്നും നിൽക്കേണ്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് ചോറ് കഴിച്ചിട്ട് കുറച്ച് മാങ്ങ പഴുത്ത ഇരിപ്പുണ്ട് കേട്ടോ. അതൊന്ന് പൂളിയെടുക്കണം. നമ്മുടെ മോരൊക്കെ നല്ലവണ്ണം ഉടച്ചെടുത്തു. അതിനകത്തേക്ക് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി ഒന്ന് ചിരണ്ടി ചതച്ചിടാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അന്നേരം ഒത്തിരി ലോങ് വീഡിയോ ഒന്നുമല്ല ഞാനിപ്പോൾ ഇടുന്നത്, ചെറിയ വീഡിയോ ആണ് കേട്ടോ. അന്നേരം അത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ഇവിടുത്തെ വെള്ളമൊക്കെ ഇറങ്ങി കേട്ടോ. ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഇറങ്ങി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ കൈക്ക് വേദനയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് കൈക്ക് വേദനയെന്ന് നമ്മുടെ ഇന്ദിര ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൈക്ക് വേദനയാണ് കേട്ടോ. വീണ്ടും കൈവേദനയെല്ലാം മാറിയതായിരുന്നു, തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അന്നേരം എൻ്റെ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ട് കുറച്ച് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ. അവരുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ നമുക്കറിയാം അവരൊക്കെ വീഡിയോ കാണുന്നവരാണ്. അന്നേരം അന്നും ഇന്നും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് നല്ല കൂട്ടുകാരുണ്ട് കേട്ടോ. അന്നേരം അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അന്നേരം നമ്മുടെ പച്ച മോര് കണ്ടോ, ഇത് വെറുതെ ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നേരം ഞാൻ കുറച്ച് മോരൊക്കെ എടുത്ത് ഇങ്ങനെ കുടിച്ചു. നമ്മളിങ്ങനെ പോയിട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു ക്ഷീണമാണല്ലോ. പിന്നെ നമ്മുടെ തോരനും റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മാങ്ങ പറിച്ചിട്ട് പഴിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പുളിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ മാങ്ങ പഴിപ്പിക്കാൻ വെച്ചതൊക്കെ നമ്മുടെ വെള്ളം പൊങ്ങിയ സമയത്ത് മറന്നുപോയി കേട്ടോ. അവിടെ ഇരുന്ന് ഇങ്ങനെ പഴുത്ത് കൊള്ളാതായിപ്പോയി. ഇനിയിപ്പം മാങ്ങയൊക്കെ തീർന്നല്ലോ. ഇനിയിപ്പം അടുത്ത വർഷമാകും നമുക്ക് മാങ്ങയൊക്കെ കഴിക്കണമെങ്കിൽ. നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. ഇതിങ്ങനെ എന്താണ് പറയുക, തേനിൻ്റെ മധുരമില്ലേ, അതുപോലെ മധുരമാണ് ഈ മാങ്ങയ്ക്ക്. നമ്മുടെ മാങ്ങയാണ് കേട്ടോ. നമ്മുടെ ഈ ഫ്രണ്ടിൽ നിന്ന് മാങ്ങയില്ലായിരുന്നു, അതാണ്. അതൊക്കെ ഞാൻ ചെത്തി ഇങ്ങനെ പൂളി എടുക്കുകയാണ്. അപ്പൂസിന് ഇഷ്ടമാണ് മാങ്ങ കേട്ടോ. ഇങ്ങനെ ചെത്തിയൊക്കെ പൂളി കൈ കൊടുത്തു കഴിഞ്ഞാലേ കഴിക്കത്തുള്ളൂ, അല്ലാതൊന്നും മക്കളെടുത്ത് കഴിക്കത്തില്ല കേട്ടോ. അവരിങ്ങനെ ഇവിടെ മാങ്ങയൊക്കെ ഉള്ളതുകൊണ്ടാണ് കഴിക്കാത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ കളറ് തന്നെ
അപ്പം എന്തായാലും എനിക്ക് ക്ഷമയൊന്നുമില്ല കേട്ടോ. ഞാൻ പൊളിക്കൊണ്ടിരുന്നപ്പം തന്നെ എനിക്ക് കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ പെട്ടെന്നെടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഞാനത് കഴിച്ചപ്പം അപ്പൂസിന് വേണമെന്നും പറഞ്ഞ് ഓടി വന്നു കേട്ടോ. അത്രയും നേരം ഞാൻ പൊളിക്കൊണ്ടിരുന്നപ്പോൾ അവന് വേണ്ടായിരുന്നു. അപ്പം ഞാനെടുത്ത് അവനൊരെണ്ണം എടുത്ത് വായിലൊക്കെ വെച്ച് കൊടുത്തപ്പം നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ പൂളി ഇവിടെ അടച്ച് വെക്കുകയാണെങ്കിൽ കാണുവാണെങ്കിൽ ഓരോന്നെടുത്ത് അവർ കഴിച്ചോളും കേട്ടോ. അന്നേരം ഇങ്ങനെ പറിച്ച് നമ്മൾ പഴിപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ വീണ് പോത്തേ ഉള്ളൂ കേട്ടോ. ഇത് ഈ മാങ്ങയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ആ കടവിൻ്റെ അവിടെ നിൽക്കുന്ന മാങ്ങയില്ലേ, അതൊരു പുതിയ മാങ്ങയാണ് കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാം. അതുവരേക്കും ടാറ്റാ.